ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു പായസമാണ്. പഴപ്രഥമൻ, മത്തങ്ങ ഇതെല്ലാം ചെയ്തു. ഇന്ന് ചെയ്യാൻ പോകുന്നത് പാലട. സദ്യക്ക് പലതരത്തിലുള്ള പായസം ഉണ്ടാവും. ഗോതമ്പ് പായസം, അരിപ്പായസം, അടപ്രഥമൻ, പാലട പ്രഥമൻ, സേമിയ പായസം ഇതെല്ലാം ഉണ്ടാവും. അതിൽ ഒരെണ്ണം പാലട പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് പാലടയ്ക്കുള്ള അടയാണ്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കാനാണ് പറയുന്നത്. എൻ്റെ പ്രിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ അട നമ്മളൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ച് ഊറ്റി എടുക്കുന്നതാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇപ്പം അത്രയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അതായത് ഞാൻ അവർ പറയുന്ന പോലെ ചെയ്തു നോക്കണം. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലിട്ട് 15 മിനിറ്റ് വെക്കണം. തിളച്ച വെള്ളം എത്തിയിട്ടുണ്ട്. അത് ഏകദേശം നല്ല ചൂടുണ്ട്, ഇട്ടാൽ തുടരുത്. 1 ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞത് പ്രകാരം ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം. ഇനി അതിൻ്റെ അഭാവം മൂലം നമ്മുടെ പാലട പ്രഥമൻ ശരിയാവില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതൊന്ന് ഇളക്കി എന്നിട്ട് അടച്ചു വെക്കണം. അവിടെ നിന്ന് വെള്ളമെല്ലാം കുടിച്ച് വീർത്തു വരട്ടെ. അപ്പോൾ നമ്മുടെ അട എന്ത് പരുവത്തിലായെന്ന് നോക്കാം. സൂപ്പർ. വെള്ളമെല്ലാം വറ്റി നല്ലവണ്ണം കുതിർന്ന് ഇരിപ്പുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസം ആക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 850 കേട്ടോ, 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 1 കിലോ പഞ്ചസാര വേണ്ടി വരും. ഒരു 3.5-4 ലിറ്റർ പാലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് പായസത്തിലോട്ട് കിടക്കാം. ഉരുളി വെച്ചിരിക്കുന്നു, ചൂടായി. നമ്മൾ കുറച്ച് നെയ്യ്, അതായത് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഒരു 20-30 ഗ്രാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിന് ഏകദേശം ഒരു 3.5 ലിറ്റർ പാല് വേണം. ഞാൻ 4 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഇട്ട് ഇളക്കി കറക്റ്റായി എന്നും പറഞ്ഞിട്ട് എടുക്കും. കുറച്ച് കഴിയുമ്പോൾ കട്ടയാവുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ, അതായത് ഒരുപാട് കട്ടയാവാതിരിക്കാൻ 4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. തീനി കൂട്ടി വയ്ക്കാം, തിളക്കട്ടെ. ഇവിടെ കാനഡയിൽ കിട്ടുന്ന പാല് പല പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. 3.25%, 3%, 2%, 1% സ്കിം മിൽക്ക്. അതായത് അതിൻ്റെ നെയ്യ് മാറ്റിയതനുസരിച്ചാണ് അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കാണാമല്ലോ അല്ലേ, 3%. ഇനി ഇതിനേക്കാളും കൂടുതൽ 3.25% കിട്ടും. ഇതാണ് സാധാരണയായിട്ട് കിട്ടുന്ന ഹോമോജനൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് നെയ്യും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിൽക്ക്. നെയ്യ് എന്ന് പറയുമ്പോഴത്തേക്കും പാലിൻ്റെ നെയ്യ് എടുത്ത് മാറ്റാത്താണ് കേട്ടോ, അല്ലാണ്ട് വേറെ നെയ്യിൻ്റെ ഒന്നും അല്ല. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാര ഇടും. പാല് തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ ചോട്ടി പിടിക്കാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ക്യാമറ ഓണാക്കാൻ മറന്നുപോയി വീണ്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോരം മിസ്സായെന്നറിയില്ല. നല്ലോണം ചൂടായി വന്നപ്പോഴത്തേക്കും പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഏകദേശം ഒരു 700-750 ഗ്രാമാണ്. 4 ലിറ്റർ പാലുണ്ട്. ഏകദേശം 250 ഗ്രാം അടയുണ്ട്. ഇപ്പോൾ 250 ഗ്രാം അടയ്ക്ക് 750 ഗ്രാം പഞ്ചസാര. അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നു. തളയുടെ വക്കത്ത് വന്നപ്പോഴത്തേക്കും കുതിർത്ത് വെച്ചിരിക്കുന്ന അട, അതായത് തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അട ചേർത്തു. തീ കുറച്ച് വെക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് സിമ്മർ ചെയ്ത് നമ്മൾ റൈറ്റ് കൺസിസ്റ്റൻസി ആക്കണം. അതാണ് പാലട പ്രഥമൻ. അട കുതിർക്കാനായിട്ട് വെച്ചപ്പോൾ അതിൽ വെള്ളം തിളപ്പിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടാണ് തിളപ്പിച്ചത്. ഒരു ലേശം ഉപ്പ് മധുരക്കൂട്ടിൽ നല്ലതാണ്. ഇത് തിളയ്ക്കുന്നുണ്ട്. പക്ഷെ ഉരുളി വലുതായിരുന്നെങ്കിൽ നമുക്ക് നല്ല വെട്ടിത്തളയോടുകൂടി ഇത് ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഇവിടെ വെട്ടിത്തിളച്ചാൽ പുറത്തോട്ട് ചാടിപ്പോവും. അതുകൊണ്ട് സ്ലോ തളയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇളക്കി പായസം കറക്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നല്ല ലൂസായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കട്ടിയായിക്കോളും. ഏകദേശം ഇവിടം വരെ പാലുണ്ടായിരുന്നതാണ്. അത് ഇത്രയായി. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ഇടണം.
ഏലക്കപ്പൊടി എന്ന് വെച്ചാൽ ഞാൻ പൊടിച്ച് അരിച്ച ഏലക്കപ്പൊടിയാണ്. അതിലേക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ. അധികമാകരുത്, അധികമായാൽ അമൃതും വിഷമാണ്. ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഈ പായസം റെഡിയായി എന്നും പറഞ്ഞിട്ട് ഇട്ടേച്ച് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പാട കെട്ടും. പാട കെട്ടാൻ അനുവദിക്കരുത്. നല്ല മണമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സംഗതി കൂടെ ചേരാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മുന്തിരിങ്ങ നെയ്യിൽ വറുത്തതും കൂടെ ഇടുകയാണ്. നമ്മുടെ പാലട പ്രഥമൻ റെഡി. ഇനി ഇത് ആറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടിയാവും. ഇതാണ് നമ്മുടെ പാലട പ്രഥമൻ. റെഡി, സെറ്റ്. നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൊഴുപ്പ് കണ്ടോ. അയ്യോ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എനിക്കത് കിട്ടത്തില്ല. നിങ്ങളെല്ലാവരും കൂടെ എടുത്ത് കഴിച്ചാന്. നോക്കട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല ഒന്നും പറയാനില്ലാത്ത. പക്ഷേ ഇപ്പം 1-2 സ്ഥലത്ത് പാലട കഴിച്ചു. അതൊന്നും ഇതിൻ്റെ അടുത്ത് വരത്തില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു ലൈക്ക് കൊടുക്കുക, കമൻറ്റ്സ് ഇഷ്ടംപോലെ ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പായസമല്ല, വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും ഉണ്ടാക്കട്ടെ. ഇപ്പം ഈ പാലടപ്രഥമൻ എല്ലായിടത്തും സുലഭമാണ്. പക്ഷെ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്വാദിഷ്ടമായ ഒരെണ്ണം എല്ലാവരും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.